നിങ്ങൾ ഭാഗ്യാണ്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അച്ഛൻ മകൻ എന്നൊക്കെ പറഞ്ഞാലേ കുറച്ചുകൂടിയും ഒരു എന്താ പറയാ ഒരു പേടി ഉണ്ടാവും നമുക്ക് അച്ഛനെ കാണുമ്പോ തന്നെ അല്ലെ. നിങ്ങളെ ഒരു ഫ്രണ്ട്സ് പോലെയാണ്. അറിയാം നല്ലപോലെ. അത് അവിടെ ഇരുന്നിട്ട് മാനേജ് ചെയ്യുന്നുണ്ടല്ലേ. മകൻ കിരൺ അല്ലേ? കിരൺ അവിടെയാണ് അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 1-2 ആഴ്ച കഴിയുന്ന തോന്നണേ. അപ്പോൾ നമ്മുടെ എന്താ ന്യൂ ഇയറിന് ശേഷം, അതായത് 2026 പിറന്നതിന് ശേഷം ആദ്യത്തെ വീഡിയോ ഉണ്ട് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ കുറേ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ, ഇൻ്റർവ്യൂസും അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് ഒരു വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കിരൺ മോട്ടോഴ്സിൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ശശാങ്ക് സാറിൻ്റെ വർക്ക്ഷോപ്പ്. അതായത് കിരൺ മോട്ടോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വരന്തരപ്പള്ളി റൂട്ടിൽ അല്ലെങ്കിൽ പ്രയർ റൂട്ടിലൊക്കെ 10-15 ബസ്സോളം ഓടുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ കിരൺ മോട്ടോഴ്സിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ 2 വർഷം മുന്നേ ചെയ്ത ഹൂളിഗൻസ് ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു, അവർ തന്നെ റൂട്ട് ബസ് ഉണ്ടായിരുന്നു, മിഥുൻ ബ്രദറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു വണ്ടി ഇവിടെ മൂടി കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. പണ്ടത്തെ എന്ത് ലാഗാക്കിയിട്ട് ഒന്നും നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ റോഡ് കണ്ടില്ലേ, ആ റോഡ് കണ്ട മെയിൻ റോഡാണ് കേട്ടോ, തൃശ്ശൂർക്ക് പോണ റോഡാണ്. അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. നമ്മുടെ ബസ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിരൺ മോട്ടോഴ്സിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമ്മുടെ കിരൺ മോട്ടോഴ്സിൻ്റെ ഒരു വണ്ടി ഇവിടെ പണിയാനായിട്ട് ഇട്ടിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് വേറൊരു വണ്ടി കൂടി കിടക്കുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കിരൺ മോട്ടോഴ്സിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കിരൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കിരൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ്. അതാണ് കിരൺ മോട്ടോഴ്സായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ തിപ്രയാറ് കാഞ്ഞാണി ആ റൂട്ടിലൊക്കെ ഒരുപാട് വണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ കിരൺ മോട്ടോഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു മാനേജർ ചേട്ടൻ കേട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ തുടങ്ങാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് വിനയ. വിനയ അല്ലേ? എവിടെ വീട്? എൻ്റെ വീട് അടാട്ട് പഞ്ചായത്ത്. അപ്പൊ ഇത് കിരൺ മോട്ടോഴ്സിന്റെ സ്വന്തം സ്ഥാപനമാണ്. അതായത് ശശാങ്ക് എന്നാണ് ഇതിന്റെ ഓണറുടെ പേര്. അപ്പൊ ആളാണ് ഈ സ്ഥാപനം നടത്തുന്നത്. 16 ബസ് ഉണ്ട്. 16 വണ്ടി ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ വണ്ടികളുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് ഈ വർക്ക്ഷോപ്പ് ഇവിടെ നടത്തുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പുറമേ നിന്നുള്ള വണ്ടികളും ചെയ്യുന്നുണ്ട്. പുറമേ നിന്ന് വണ്ടികൾ നിങ്ങളിപ്പോ എടുക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഒരു വണ്ടി പുതിയത് മൊത്തം ബോഡി കെട്ടി ഇറക്കിയിട്ടായിരുന്നു. അതായത് പൊളിച്ചു പണിയാന്ന് പറയാം. അതായത് പുതിയ ബോഡി കെട്ടാൻ നമുക്ക് കേരളത്തിൽ സാങ്ഷൻ ഇല്ല. അപ്പൊ അത് നമ്മൾ പൊളിച്ചു പണിയാ ചെയ്യാം. അതായത് ഒരു 2010 മുതലുള്ള വണ്ടികളൊക്കെ കസ്റ്റമേഴ്സ് പറയുന്ന പോലെ നമ്മളത് പൊളിച്ച് അവർ പറയുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പൊ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് പുറമേ നിന്നുള്ള വർക്കുകളൊക്കെ നമ്മളിപ്പോ എടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. റേറ്റ് കുറച്ചിട്ടൊക്കെ ചെയ്യും അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ടാവും. പരമാവധി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നന്നായി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നാളെയും ഈ വണ്ടി ലൈനിൽ ഓടുമ്പോ കൊഴിഞ്ഞു വീണെന്ന് പറയട്ടോ. അതും ശരിയാ. ഓക്കെ. അപ്പൊ ക്വാളിറ്റി ഉണ്ടാവും ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ.
മെയിനായിട്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, നമ്മുടെ മിഥുൻ കാശിനാഥ് എന്ന് പറഞ്ഞ വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ വരും. പിന്നെ നമ്മുടെ ഈ കമ്പനി വണ്ടികൾ തന്നെ, കിരണ്ട വണ്ടികൾ തന്നെ നമുക്ക് ചെയ്യാനുണ്ടല്ലേ. ഈ കിടക്കുന്ന വണ്ടി ഇപ്പൊ നമുക്ക് ടെസ്റ്റ് വർക്ക് ആയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇത് ഇനിയിപ്പോ ഇതിന്റെ ഫ്രണ്ടൊക്കെ മാറ്റി നമ്മള് ഇതിന്റെ ഫ്രണ്ടൊക്കെ മാറും. പുതിയ ഫ്രണ്ട് വെച്ചിട്ട് നമ്മളത് ശരിയാക്കും. പുതിയ മോഡലാക്കിയിട്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങള്. ചെറിയ വണ്ടികളുടെ വർക്ക് ഉണ്ടോ? ഇല്ല, വലിയ വണ്ടി മാത്രം. വലിയ വണ്ടി നമുക്ക് വർക്ക് കൂടുതലാണ്. ബസ് വർക്ക് ചെയ്ത് വരുമ്പോ ശരിക്കും ഒരു ഫുള്ളായിട്ട് പണി കഴിഞ്ഞ് വരുമ്പോ ഒരു 45 ദിവസം വരുന്നുണ്ടല്ലേ. 40-45 ദിവസം എന്തായാലും വരും വണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെയ്ത് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പുറമേ നല്ല വണ്ടികൾ എടുക്കാൻ ഉള്ള വർക്കേഴ്സ് നമുക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിൽ ശരിക്കും വർക്കേഴ്സ് കുറവാണ്. അതായത് ഈ ബസ്സിന്റെ ബോഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് മാത്രം. അതിപ്പോ ഒരു 3 ആളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 ബോഡി വർക്കും 3 പെയിന്റർമാരാണ് അവർ വെച്ചിട്ടാണ് ചെയ്യണതല്ലേ. ശരി, ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഇത്രയും പറഞ്ഞതല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ആദ്യം പെയിന്റ് സെക്ഷനിൽ ചേട്ടനെ പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കാശിനാഥ്. നമ്മൾ ഇവരുടെ തന്നെ ഒരു ഹൂളിഗൻസ് ട്രാവൽസ് പണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ടൂറിസ്റ്റ് ബസ്. അതിന് ശേഷം റൂട്ട് ബസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഥുൻ ബദറാണ് നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം ആണ് ഈ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ കേട്ട് പൊളിച്ചു പണിയുണ്ടെന്ന് പറഞ്ഞതേ. അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പ് റിലേറ്റഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ ഞാൻ വന്നിട്ട് എടുക്കാം ഒരു വീഡിയോ എന്നും പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പോൾ ക്ലിയർ കോട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ പറ്റിങ് ചെയ്യാൻ അതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ പോണതും അവിടെ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുവരുന്നതും പൂജ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് വണ്ടി മൊത്തം ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിയർ കോട്ട് അടിച്ച് വെച്ചിട്ടുള്ള വണ്ടി കണ്ടില്ലേ, ഫുൾ ക്ലിയർ അടിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. ഈ ക്ലിയർ അടിച്ചാൽ മാത്രമാണ് കണ്ടില്ലേ കണ്ണാടി പോലെ നമ്മളെ അതിൽ കാണുള്ളൂ. അതതിൻ്റെ ഒരു സംഭവം. അപ്പോൾ തൊടാനൊന്നും പറ്റില്ല, തൊട്ടാൽ അതിന് മുകളിൽ പിടിക്കും. അപ്പോൾ ഇതൊക്കെ വർക്ക്ഷോപ്പിൻ്റെ ഏരിയയാണ്. ഇതവരുടെ സ്റ്റോറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ബാക്ക് പോർഷനാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ. ഇവിടെ അവർ അത് കൂട്ടുന്നുണ്ടല്ലേ, നമ്മുടെ പെയിൻറ്റ് കൂട്ടുക പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്, ചെറിയൊരു സ്പേസാണ്. അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ മറ്റു സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് കളയും നമ്മൾ. അതിന് മുന്നേ വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് കാണിച്ചു തരാം കുറച്ചുകൂടി. ഈ ഒരു ഏരിയ കണ്ട, ഇവിടെയും അതുപോലെ തന്നെ അത് പൊട്ടിച്ച് വെച്ചേക്കാണ്. പിന്നെ പുറം ഭാഗം കണ്ട, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോള് ലുക്ക് വരണേട്ടാ വണ്ടിയുടെ ബാക്ക്. നന്നായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. ഇതിലൊക്കെ ഈ ഡിസൈനൊക്കെ നോക്കി എങ്ങനെയുണ്ട്, സെറ്റല്ലേ. അടിയിൽ ഇതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സൂപ്പർ. ഇനി നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കാം. ഈ ക്ലിയർ അടിച്ചാലാണ് നല്ല ക്ലാരിറ്റിയിൽ വണ്ടി ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ തിളക്കായിട്ട് നിൽക്കുള്ളൂ. അതതിൻ്റെ ഒരു കാര്യം. ഒരു വർക്ക്ഷോപ്പിൽ വരുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് കയറാം. അപ്പോൾ പണി അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ, ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് എത്ര പണി കഴിഞ്ഞാലും തീരില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു സാധനം എടുക്കാൻ വീണ്ടും വർക്ക്ഷോപ്പിൽ വരേണ്ട ഒരു ഗതി വരും. അതാണ് ഈ അവസാനം എനിക്ക് പണി എന്ന് പറഞ്ഞാൽ. നമ്മൾ രാവിലെ തീരും വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ തീരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് സ്പീഡിലായിരിക്കും ഓരോരോ വർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് മാത്രമൊക്കെ ആയിരിക്കും. അതാണ് ഈ ഒരു വർക്ക്ഷോപ്പിൽ ഫിനിഷിങ് സ്റ്റേജ് ദിവസമുള്ള പരിപാടി. ഇപ്പോൾ ഇന്ന് വണ്ടിയുടെ ഫിനിഷിങ് സ്റ്റേജാണ്. ഇപ്പോൾ ഞാൻ ഒരു എടുക്കുന്നത് 4 മണി 4:30 നേരത്താണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇപ്പോൾ ഈ സമയം നമ്മൾക്ക് എല്ലാം തീരും വേണത്. അപ്പോൾ പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് തീരില്ല. കുറേ കൂടി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇട്ടു കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ. എന്തായാലും ഇട്ടത് നന്നായി. കണ്ടതാണ് വണ്ടിയുടെ ലൈറ്റ് ഇട്ടാനുള്ള ഒരു സെറ്റ്. ഇവരേ സീറ്റുകളൊക്കെ പുതിയ പുത്തൻ സീറ്റുകളായിട്ട് സെറ്റാക്കിയേക്കണേ. വണ്ടി മൊത്തം പൊളിച്ചു പണിതിട്ടുള്ളതാണ്. ഒരു 8-9 ലക്ഷം രൂപയോളം ചിലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി. ഈ വണ്ടി മൊത്തം പൊളിച്ചു പണിതിട്ടുള്ളത്. വണ്ടി അതിനുള്ളൊരു കാണാനും ഉണ്ട് കേട്ടോ. അതിൻ്റെ സീലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഉണ്ടല്ലേ, ഈ ഉണ്ടല്ലോ, ഇതൊക്കെ ഫുൾ പുത്തനാണ് അടിച്ചേക്കണേ. അപ്പോൾ ഇതിന് കുറേ കാലം സുഖമായിട്ട് ഓടും. റൂട്ട് ബസ്സായ കാരണം വലിയ സീനുമില്ല. 3, 2, 5 സീറ്റ്
പുത്തൻ സീറ്റുകളാണ്. ഇത് തമിഴ്നാടൻ ടൈപ്പ് ബസ്സുകളിലാണ് കൂടുതൽ നമ്മൾ കണ്ടേക്കണം ഇങ്ങനത്തെ സീറ്റുകളൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ സീറ്റ്. പിന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഉണ്ട് ഇഷ്ടംപോലെ ലോഡ് കയറും കേട്ടോ വണ്ടിയിൽ. അത് സീറ്റ് ചെറിയ സീറ്റായ കാരണേ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. 2 റോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാനൊക്കെ പറ്റും. എന്തായാലും നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. വർക്ക് നടക്കുകയാണ്, ഫിനിഷിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ വേണ്ട പറയാം, പാട്ട് വെക്കണം ചോദിക്കുകയാണ് നമ്മുടെ ചേട്ടനെ. ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആളിതിൻ്റെ ഈ വണ്ടിയുടെ മാനേജറാണ്. പഴയ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ, നല്ല രസമല്ലേ കാണാൻ. ഓട്ടോ എല്ലാം കാണാം. 2K കിഡ്. ഇത് 2010-11 കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും ഈ സീലിംഗ് എല്ലാം ഇപ്പോൾ മാറ്റിയിട്ടില്ലല്ലേ, പുത്തനല്ലേ ഇതല്ലേ? എല്ലാം മൊത്തം പുതിയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട ഇൻറ്റീരിയർ കാഴ്ചകൾ. നമുക്കിതിൻ്റെ ഇനി മൊത്തം പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വണ്ടി ഔട്ട് നമുക്കൊന്ന് പൂജ ചെയ്യുമ്പോൾ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പെയിൻറ്റർ ചേട്ടാ കേട്ടോ. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി തരാം. നമസ്കാരം ചേട്ടാ, എന്താ പേര്? രാജൻ. എന്താ വേണ്ട പെയിന്റിങ്? ഫുൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ അല്ലേ? ആ, എത്ര വർഷമായി ഇതില്? 38 വർഷം അല്ലേ എക്സ്പീരിയൻസ് ഉണ്ട്. ആ, അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മുടെ വണ്ടിയുടെ പരിപാടി എന്തായിരുന്നു? നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ക്ലിയർ അടിച്ച് സെറ്റ് ആക്കി അല്ലേ? ആ ആ, ശരിക്കും നമ്മൾ ക്ലിയർ അടിക്കാനൊക്കെ എന്ത് ചെലവ് വരും? ചെലവുണ്ടല്ലേ? ഇത് പെയിന്റ് ഒക്കെ ഏത് കമ്പനിയുടെ പെയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ? ഏതാണ്? അതെ അല്ലേ? ഓക്കെ ഓക്കെ. സ്ഥലം എവിടെ? വീട് എവിടെ? വേലൂര്. ഓക്കെ ഓക്കെ. ഏതാണ് നമ്മുടെ മാനേജർ ചേട്ടാ കേട്ടോ, ഈ കാശിനാഥ് ട്രാവൽസിന്റെ. അപ്പോൾ ഈ ചേട്ടനാ പറഞ്ഞത് ഇപ്പൊ സെറ്റ് വെക്കണമെന്നേ. എന്താ ചേട്ടാ പേര്? ശരത്ത്. സ്ഥലം? കാഞ്ഞാണി. ആ, കാഞ്ഞാണി അടുത്ത അറിയാം. ഫോണ് വരുന്നുണ്ടല്ലോ. ആ, അതിനിടയിൽ ഫോണ് വന്നു. അപ്പോൾ കാഞ്ഞാണിയാണ് വീട് അല്ലേ? അപ്പോൾ ഇവരുടെ കൂടെ കൂടിയിട്ട് എത്രയായി? 1 കൊല്ലം അല്ലേ? ആ, എന്താ മുന്നേ ഡ്രൈവറായിരുന്നു? ഗൾഫിലായിരുന്നു. ശരി നന്നായി. അപ്പോൾ ജസ്റ്റ് പാട്ടൊക്കെ ഒന്ന് വെച്ച് കേൾപ്പിക്കാമല്ലോ. ഞാൻ ജസ്റ്റ് ആളുടെ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുള്ള പാട്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാക്ഷാൽ കാശിനാഥ് അല്ലേ? കാശിനാഥ് അല്ലേ? അപ്പോൾ മറ്റേ ഞാൻ 2 വർഷം മുന്നേ പോലെ അല്ല കേട്ടോ. ആള് ഇപ്പം എത്ര 8th അല്ലേ? എവിടെയാണ് പഠിക്കണേ? വടനപ്പള്ളിയിൽ. ആള് ഭയങ്കര എന്താ പറയുക, വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ സന്തോഷം. എന്തായാലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ വണ്ടികളിലൊക്കെ അങ്ങനെ കയറി ചെല്ലാനോ പോകാനൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ ഭയങ്കര മടി കാണിക്കും. പക്ഷേ ഇത് ബ്രോ എല്ലാം സപ്പോർട്ടാണ് അല്ലേ? അച്ഛൻ നല്ല സപ്പോർട്ടല്ലേ? അത് വേണം, അങ്ങനെ വേണം. ഇപ്പോൾ 8th അല്ലേ? 7th. പിന്നെ എങ്ങനെയുണ്ട് വണ്ടി പരിപാടി? മൂപ്പര് ചോദിക്കരുത് എൻ്റെ അടുത്ത്, ഇങ്ങനെ ഇപ്പോൾ വീഡിയോസ് കുറവാണല്ലോ, അല്ലെങ്കിൽ വണ്ടികളിലല്ല ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒക്കെ ഇപ്പോഴത്തെ കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ പറയായിരുന്നല്ലേ നമ്മള്. ഏതാ ഫേവറേറ്റ് വണ്ടി ടൂറിസ്റ്റ് ബസ്സിൽ? മണ്ണസ് തന്നെയാണല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ കൊമ്പൻ, അങ്ങനെയൊക്കെ. അത് എല്ലാവർക്കും അത് തന്നെയാണല്ലേ ആ സംഭവം. അപ്പോൾ വേറെന്താ വിശേഷം? ആ, വണ്ടി ഇപ്പോൾ 4 ആയില്ലേ? കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇതാണ് കാശിനാഥ്. ഒറിജിനൽ ഈ വണ്ടിയുടെ മുകളിൽ പേരൊക്കെ നമ്മൾ കാണും. അപ്പോൾ അത് ഈ ഇദ്ദേഹത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഇത് മിഥുൻ ബദറിൻ്റെ മകനാണ്. പിന്നെ ഇവർക്ക് ഒരു ബേക്കറി ഉണ്ട്, നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ബേക്കറിയുടെ പേര്? കേക്ക് ഷോപ്പ് അല്ലേ? ആ, അത് എങ്ങനെയുണ്ട്? നന്നായി പോണില്ലേ? അമ്മയെ നോക്കണല്ലേ? ആ, നല്ലത്. അന്ന് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ എടുക്കാൻ വന്ന സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ റൂട്ട് ബസ്സിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, ഇപ്പോൾ 2 വർഷത്തിൻ്റെ ഉള്ളിൽ 4 വണ്ടിയോളമായി അല്ലേ? അപ്പോൾ നമ്മുടെ മിഥുൻ ബദറുണ്ട്, അദ്ദേഹത്തിനൊന്ന് കാട്ടിത്തരാം. നമസ്കാരം ചേട്ടാ. ആ,
എന്തുണ്ട് വിശേഷം? ഇപ്പൊ നമ്മള് ലാസ്റ്റ് മറ്റേ വണ്ടിയുടെ കേസിൽ കണ്ടതാണ്. അതെ അതെ, ഹൂളിഗൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മരണത്തിന് അതിനുശേഷം നമ്മള് വണ്ടി കൊടുക്കും ചെയ്തു. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഉണ്ട് അതിനുശേഷം റൂട്ട് ബസ് നമ്മള് ചെയ്തു. അതെ അതെ, അത് നമ്മള് ചാവക്കാട് എവിടെ ഇട്ടിട്ടൊക്കെ ചെയ്യുക ചെയ്ത്. ഇതിപ്പോ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ ഫുള്ള് പൊളിച്ച് റീബോഡി ചെയ്തിരിക്കുകയാണ്. 2011 വണ്ടിയാണ്. ഇനിയൊരു 8 വർഷത്തോളം ഓടാനുണ്ട്. അപ്പൊ ഫുള്ള് പൊളിച്ച് എത്ര വർഷം ഓടാൻ പറ്റും? ഇപ്പൊ 22 വർഷത്തോളം ഉണ്ട്. ഇപ്പൊ 22 വർഷം ഉണ്ട് അല്ലേ? 15 വർഷം ഒന്നല്ല, 22 ഉണ്ട്. അപ്പൊ സുഖമാണ്. അപ്പൊ കുറെ കാലം ഓടാം. അതെ. അപ്പൊ ഇതിൽ എത്ര ചെലവ് വന്നിട്ടുണ്ടാവും? ഇപ്പൊ റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. പുറത്ത് പറയണത് ശരിയല്ല, കുറച്ച് പൈസ ആവൂല. അത്യാവശ്യം കാശ് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും നന്നാക്കി പണിത പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ അല്ലേ? ഇപ്പൊ ശരിക്കും ടൂറിസ്റ്റ് ബസ്സിനെക്കാട്ടും നല്ലത് ഇപ്പൊ റൂട്ട് ബസ് തോന്നൂല്ലേ? നമുക്ക് കുറച്ച് സന്തോഷം സമാധാനം തോന്നുന്നത് അതാണ്. ടൂറിസ്റ്റ് ബസ് എന്താ? ടൂറിസ്റ്റ് ബസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നൈറ്റ് ഒക്കെ ട്രിപ്പ് പോകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഈ ഉറക്കവും കാര്യങ്ങളൊന്നും ടെൻഷനായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ പോയാൽ വൈകിട്ട് എത്തുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാം. ടെൻഷനുകൾ കുറച്ച് പരമാവധി കുറയും. പിന്നെ ഈ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വാടക കിട്ടേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിളിച്ച് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമം. വാടക ചെയ്താകുമ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കാശും കൊണ്ടുവരുമല്ലോ. പിന്നെ മാത്രല്ല പിന്നെ ഈ കോമ്പറ്റീഷൻ ഭയങ്കര ടൂറിസ്റ്റിൽ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുതലാണ്. ഭയങ്കരമായിട്ട് അപ്ഡേഷൻ പെട്ടെന്ന് കൂടുതൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാത്തവരൊക്കെ ഫീൽഡ് ഔട്ട് ആണ്. പിന്നെ ഈ ടിപിയിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ കുറെ. ഭയങ്കര ഇതാണ് അത്. എളുപ്പമല്ല, കുറെ പൈസ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പൊ അതില്. എന്നാ അതിനുള്ള മെച്ചം കിട്ടുന്നുണ്ടോ ഇല്ല. കുറെ പേര് ഭയങ്കര ഇതാന്ന് വെച്ചിട്ട് അതിൽ ഇറങ്ങുന്നുണ്ട്. സത്യസന്ധമായിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോഴത് അറിയണേ. അല്ല, എനിക്ക് ടൂറിസ്റ്റിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ലൈൻ ബസ് തന്നെയാണല്ലേ. ഇത് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് സ്റ്റാർട്ടിങ് കൂടുതലാണ്, എന്നാലും മറ്റേതിനേക്കാളും ബെറ്റർ ഇതുള്ള പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ ഒരു റൂട്ട് ബസ് അത് പെർമിറ്റിനനുസരിച്ചാണ് അതിന്റെ കാശ്. വണ്ടിയുടെ ടൈമും ഗ്യാപ്പും കൂടുന്നതനുസരിച്ചിട്ട് വണ്ടിക്ക് കാശ് കൊടുക്കും. ഇതിപ്പോ വേറെ പെർമിറ്റ് ഒന്നും ഇപ്പൊ വരില്ലല്ലോ ഇനി? ഇല്ല, വളരെ കുറവാണ്. പുതിയ പെർമിറ്റുകൾ കൊടുക്കാനുള്ള ഗ്യാപ്പുകൾ ഇല്ല ഓൾറെഡി. അതുകൊണ്ട് ലൈൻ ബസ്സിന് വില കൂടിക്കൊണ്ടിരിക്കും. എത്ര ഒരു 50-60 ലക്ഷം ഒക്കെ രൂപയൊക്കെ വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനമുള്ള ഒരു വണ്ടി വരും. അത് മോഡൽ ഉണ്ടാവില്ല, ഒരു 2006-2010 ഒക്കെ ഉണ്ടാവുള്ളൂ മോഡൽ. പിന്നെ നമ്മളത് ഇതാക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ലോക്കൽ വണ്ടിയാണ് കളക്ഷൻ ബാലൻസ് ഉണ്ടാവുക അല്ലേ? ഈ ടയർ തേമാനോ അതൊക്കെ വെച്ച് നോക്കണേക്കാളും ലാഭം ലോക്കലാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. ഞാൻ പുതിയൊരാളാണ്, എനിക്കിതിനെ പറ്റി കാര്യമായിട്ട് അങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ് കാര്യങ്ങള് എങ്ങനെയാന്നുള്ളത്. അല്ല, നിങ്ങള് ശരിക്കും ഇപ്പൊ 4ാമത്തെ വണ്ടി അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു മാനേജർ വന്നിട്ടുണ്ട്, പുതിയൊരാള്. അത് ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. അപ്പൊ ആള് വന്നതിന് ശേഷം ആള് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ഞാനിപ്പോ എന്റെ ജോലിക്ക് പോവാണെങ്കിൽ പോലും ആളെ എന്റെ കംപ്ലീറ്റ് കാര്യം നോക്കിക്കോളും. നമുക്ക് ടെൻഷൻ ഇല്ല, തലവേനയില്ല. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നോക്കണ്ട, എന്റെ ഒരു രൂപ പോവാന്ന് പറഞ്ഞാൽ ആളെ കാശ് പോണ പോലെ. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ പെട്ടെന്ന് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ച് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ ഇതിലേക്ക് ഒരു പ്രചോദനം വരാന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ആൾക്കാർ അതേപോലെ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വീണ്ടും എടുക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരാളെയാണ് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ആളുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഗുരുവായൂർ പൂജയുണ്ടല്ലേ? പൂജയുണ്ട്, തിങ്കളാഴ്ചയാണ്. ഞാൻ ഷൂട്ട് ചെയ്യണത് എന്നാ ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ വർക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് നാളത്തോട് കഴിഞ്ഞ് പിന്നെ നമുക്ക് തിങ്കളാഴ്ച ഗുരുവായൂർ വെച്ചിട്ട് ഒരു പൂജ കൂടി കഴിഞ്ഞിട്ട് ഇത് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതല്ലേ നല്ലത്. അപ്പൊ ഐശ്വര്യമായിട്ട് വണ്ടി ഒന്ന് കാണാം എല്ലാം. അപ്പോ എന്തായാലും മിഥുൻ ബ്രദർ എല്ലാ ആശംസകളും നേരുന്നു. നന്നായി വരട്ടെ. ഇനിയും വണ്ടികൾ എടുത്തിട്ട് മറ്റേ എന്താ പറയാ ഈ കിരൺ മോട്ടോഴ്സിനെ പോലെ ആവട്ടെ അല്ലേ? അതെ അല്ലേ? ശരിക്കും പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞിട്ടായിരുന്നു. ആയിക്കോട്ടെ, വിളിക്കൂ. അപ്പൊ ഇതില് വീഡിയോ കോളിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ എന്തായാലും ഒന്ന് കാണട്ടെ. ഹലോ, നമസ്കാരമുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. വണ്ടി മച്ചാന്ന് പറയും ചാനലിന്റെ പേര്.
അപ്പോ സാറിനൊന്ന് പരിചയപ്പെടാൻ വിചാരിച്ച ഈ വീഡിയോ കോളൊന്ന് വരാൻ പറഞ്ഞതാ. അപ്പൊ ഇദ്ദേഹമാണ് കേട്ടോ കിരൺ മോട്ടോഴ്സിന്റെ ഓണർ. കണ്ടില്ലേ, കണ്ടോളൂ കാണാത്തവര്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് നാട്ടിൽ വരുമ്പോ അതെ 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 നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ മറ്റേ വണ്ടിയുടെ വർക്കൊക്കെ നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ കാണാം കൂടുതലായിട്ട്. അവിടെ എന്തിലാ വർക്ക് ചെയ്യണേ? അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ. നിസ്സാരക്കാരനല്ല, എനിക്കറിയാം നല്ലപോലെ. അത് അവിടെ ഇരുന്നിട്ട് മാനേജ് ചെയ്യണ്ടല്ലേ. മകൻ കിരൺ അല്ലേ? കിരൺ അവിടെയാണ് അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കിരൺ ട്രാൻസ്പോർട്ട് കൊണ്ട് ഇങ്ങനെ വണ്ടികൾ ഓടുന്നത്. നേരിട്ടിട്ടൊന്നും ആരെയും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ വിതംബദർ കാരണം അത് കാണാനൊക്കെ ആയിട്ട് പറ്റി. എന്തായാലും താങ്ക്സ്. വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള അതെ അല്ലേ, വണ്ടികളുടെ ജോലിനേക്കാൾ കൂടുതൽ വണ്ടികളെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു സംരംഭം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ വർക്ക് ആളുടെ വണ്ടികൾ മാത്രമാണ് ആദ്യം ചെയ്തോണ്ടിരിക്കുന്നത്. അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രധാനമായിട്ട് രണ്ടാമത്തെ വണ്ടിയാണ് റീബോഡി ചെയ്തിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അത് തന്ന ശ്രീ മിഥുനും ഞാൻ പ്രത്യേകം അഭിനന്ദനം തരുന്നു. എന്തായാലും നല്ല വർക്കായാലും എനിക്ക് സന്തോഷം. നമ്മളൊരു പ്രോഫിറ്റ് മോട്ടീവായിട്ടല്ല, നമ്മൾ കസ്റ്റമറിന്റെ എല്ലാ ഡിസൈൻ തൊട്ട് എൻഡ് വരെയുള്ള എല്ലാ ഇതും അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടല്ല, നമുക്ക് എന്തായാലും ഇത്രയധികം വണ്ടികളുണ്ട്. അപ്പൊ ഒരു ബസ് ഓണർ എന്ന നിലയ്ക്ക് ചുരുങ്ങിയ ചെലവില് നന്നായി ഒരു വണ്ടി ഇറക്കുക. അത് പറഞ്ഞ ദിവസത്തിന് നമ്മൾ പറഞ്ഞ ഡേറ്റിനാണ്. ഇപ്പൊ രണ്ടാമത്തെ വണ്ടിയാണ്. പറഞ്ഞ ഡേറ്റിന് നമ്മൾ കൊടുക്കാനായിട്ട് പണി കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ചെയ്തു വയ്ക്കും. അതുകൊണ്ടും നന്നായി. അപ്പൊ നമ്മള് ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെയും നല്ല വണ്ടികളൊക്കെ വന്ന് നമ്മള് കുറച്ചുകൂടി വിപുലമാക്കാനുള്ള പരിപാടികളുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും. നാട്ടിൽ വരുമ്പോ വരും, വിളിക്കൂ, കാണാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു സർ, താങ്ക് യു. ഈ ഒരു ടൈമിൽ വന്നതിൽ സന്തോഷം. ബോഡി വർക്കിന്റെ വേറൊരു ആശാനാണ് കേട്ടോ. ചേട്ടാ എന്താ പേര്? എന്താണ്? ഓക്കെ. എത്ര വർഷമായി ഇതില്? 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതെയോ, ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വർക്ക്ഷോപ്പില് വന്നുള്ള അംഗങ്ങളാണ് കേട്ടത്. അവര് അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട എന്തായാലും എത്ര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി ഓടുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇത് കിരൺ ട്രാവൽസ് തന്നെയാണ് കേട്ടോ, അവരുടെ വണ്ടി തന്നെയാണ്. വേറെയും കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇതും കിരൺ തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, ഫിനിഷിങ് സ്റ്റേജിലാണ്. ഇനി കുറച്ച് കൊമ്പ് കാര്യങ്ങളൊക്കെ അതിന് മുകളിൽ പിടിപ്പിക്കാനുള്ളൂ. അതുകൂടി ആയ സെറ്റായി വണ്ടി. അവിടെ നിന്ന് ഇവിടെ വരികയാണെങ്കിലേ ഇപ്പം നമ്മുടെ കോണി ഉണ്ടല്ലോ, ബാക്കിലെ കോണി, അത് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. നമുക്ക് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം. ചേട്ടാ എന്താ പേര്? ജഗൻ. എവിടെ വീട്? മുണ്ടൂര്. നിങ്ങൾ ഈ വർക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ? ബോഡി വർക്ക് ഉണ്ടല്ലേ? അതില് ഭാഗമാണ് അല്ലേ? എല്ലാ വർക്കും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ സംഭവങ്ങൾ എങ്ങനെ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ? ഓക്കെ ഓക്കെ. ഈ കോണി അതത് പോളിഷിങ് ആണല്ലേ? അത് ഓക്കെ ഓക്കെ, അതാണ് അല്ലേ? യെസ് യെസ്. അപ്പോൾ അതാണ് അവിടെ നടക്കണേ. പിന്നെ ഇത് പെയിന്റിങ്ങിന്റെ വേറൊരു ചേട്ടനാണ് കേട്ടോ. എന്താ ചേട്ടൻ്റെ പേര്? ബാബു. എവിടെ വീട്? മുണ്ടൂര്. എത്ര വർഷം എക്സ്പീരിയൻസ്? എല്ലാവരും ഇതിലുള്ളൊരു നല്ല എക്സ്പീരിയൻസുള്ള ആൾക്കാരാണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു ചേട്ടൻ കേട്ടോ ഇവിടെ. ഇതും പെയിന്റിങ്ങിന് തന്നെയാണ്. എന്താ പേര്? തോമസ്. ഇതുപോലെ തന്നെ പഴയ ആളിനെയാവൂല്ലേ? എവിടെ? മുണ്ടൂര് അല്ലേ? മുതുവറ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എന്താ വർക്ക്? ശരി 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 ശരി. അപ്പൊ അവിടെ അതിന്റെ ലിപ്പ് അല്ലേ? അവിടെ അത് മുകളിൽ വെക്കുന്ന സാധനം അല്ലേ? ഓക്കെ ഓക്കെ. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിൽ വെക്കില്ല, ഡമ്മി ലൈറ്റ് ഇല്ലേ അത്. പിന്നെ ഇത് ലിപ്പാണ്. ലിപ്പ്. അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക് വിഭാഗമാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ.
ഇതിൽ എല്ലാം മെയിൻ ചേട്ടനാണ്. എന്താ ചേട്ടാ പേര്? സന്തോഷം. സന്തോഷ്. എവിടെ വീട്? വീട് ഇവിടെ തന്നെയാണ്, അന്നകര. ഓ, എത്ര വർഷമായി ഈ ഫീൽഡിലാണ്? ആ ഫീൽഡ് 10-33 വർഷമായി. അതെ അല്ലേ. എന്നാ ചേട്ടാ എല്ലാ വണ്ടികളും ചെയ്യും? ചെറുതും ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ CNG വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. CNG എങ്ങനെയാണത്? CNG മെയിൻ്റെനൻസ് അല്ലേ. ഓക്കെ. പിന്നെ എല്ലാ വർക്ക് ചെയ്യുന്നുണ്ട്. അണ്ടർ ചേസ് വർക്കുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈറ്റിലെ സൗകര്യം കുറച്ചില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലൈറ്റ് പണി പുറത്ത് കൊടുക്കണേ. സെറ്റിംഗ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യും. ഗിയർ ബോക്സ്, ഹൗസിംഗ്, ബ്രേക്ക് എല്ലാം ചെയ്യും. ഇത് ശരിക്കും നമ്മുടെ കിരൺ മോട്ടോഴ്സിന്റെ തന്നെയാണല്ലേ ഈ സ്ഥാപനം? കിരണിന്റെ നമ്മുടെ മാത്രമല്ല പുറമെ നിന്ന് ചെയ്യുന്നുണ്ടല്ലേ? പുറമെന്നുള്ള വണ്ടികളാണ് ചെയ്യുന്നത്. ഓക്കെ. ചേട്ടൻ അസിസ്റ്റ് വേറെ ആൾക്കാരുണ്ട്? 2-3 ആളുണ്ട് ഉണ്ടല്ലേ. ഓക്കെ. ലോറികളെല്ലാം ചെയ്യുന്നുണ്ടല്ലേ? ലോറികളൊക്കെ ഓക്കെ. താങ്ക് യു. ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാരാട്ടാ. നമ്മുടെ റൂട്ട് ബസ്സിലെ സൗണ്ട് സിസ്റ്റം എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഓപ്പറേറ്റ് പ്രീമിയസ് കേട്ടാ. വണ്ടി ഒന്ന് ഫുൾ പണി കഴിഞ്ഞേക്കാട്ടും മുന്നേ സൗണ്ട് ചെക്കിങ്. ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളിങ്ങനെ ഇതിൻ്റെയൊക്കെ സംഭവം പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലാരിറ്റി ഉണ്ട്, ഈ ക്ലിയറിൻ്റെ. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ എന്തത് ഭയങ്കര തെളിച്ചം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആള് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതെന്താ സംഭവം ശരിക്കും? അതായത് നമ്മളിപ്പോ സാധാരണ ഇവിടെ നാട്ടിലുള്ള ക്ലിയർ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മളത് വേറൊരു കമ്പനിയുടെ ക്ലിയർ ആണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടില്. മറ്റുള്ള ബസ്സുകളൊക്കെ നമ്മൾ കരൂരിന്നുള്ള ക്ലിയർ ആണ് ഉപയോഗിക്കാറ്. പക്ഷെ നമ്മൾ കരൂരിന്റെ ക്ലിയർ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതിനോട് കടപിടിക്കുന്ന ഒരു ക്ലിയർ ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെ പേര് പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ ആ ക്ലിയർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ ശരിക്കും ആ കരൂരത്തെ ക്ലിയറിന്റെ അതേ ക്വാളിറ്റിയിലുള്ള ക്ലിയർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ തിളക്കുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അതെ ശരിക്കും നമ്മൾ തന്നെ അതില് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ആ ക്ലിയർ കിട്ടും. പുറമേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ക്ലിയർ ഇവിടെ കിട്ടൂല്ലേ? നമ്മളോടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലിയർ സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ. അതാണ് ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും വണ്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പം ഇതിവിടെ വെളിച്ചോ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ്. എന്നിട്ട് പോലും ഉണ്ടല്ലേ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണും. ഇപ്പോൾ വീഡിയോ വരുമ്പോൾ വേണ്ട ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കും ഇത് വർക്കിനും തീർച്ചയായിട്ടും അവർ സമീപിക്കുക കേട്ടോ, നമ്മുടെ കിരൺ മോട്ടോഴ്സിനെ. അപ്പോൾ അവർ പുറമേയുള്ള വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും റൂട്ട് ബസ്സുകാർക്കും അതുപോലെ ഏത് വർക്കും വലിയ വണ്ടികൾക്കുണ്ട് വർക്കുകളൊക്കെ ഇവരെടുത്ത് നല്ല, അതായത് റേറ്റ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, സാറിന് കണ്ടില്ലേ, അവർക്ക് വണ്ടിയുള്ള ആൾക്കാർ അവർ റേറ്റ് നോക്കിയിട്ടല്ല, പെർഫെക്ഷൻ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ ധൈര്യമായിട്ട് കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതെ, ഇദ്ദേഹം കേട്ടോ. എൻ്റെ പേര് രഘുനാഥൻ. എന്താ കയ്യില്? ഇത് ക്യാമറ. അതും ഉണ്ടോ പരിപാടി? പിന്നെ എല്ലാ വർക്ക്. അപ്പോൾ ഇവിടുത്തെ ഈ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ നിങ്ങൾ ചെയ്തേക്കണല്ലേ? ഓക്കെ. ഇത് മറ്റേ മെക്കാനിക്കിന്റെ ഒപ്പമുള്ള വേറൊരു ചേട്ടനാ കേട്ടോ. ഞാൻ എന്താ പേര്? ജിയോ. എവിടെ വീട്? പുതുക്കാട് അല്ലേ? ഇപ്പം എല്ലാ വണ്ടികളിലും ചെയ്യണ്ടല്ലേ നിങ്ങള്? ഇപ്പൊ എത്ര വർഷമായി? 3 വർഷം. മുന്നേ എവിടെയായിരുന്നു? അപ്പോൾ വീഡിയോ ഇനി ബാക്കി നമുക്ക് ഗുരുവായൂർ വെച്ചിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിലേ കുറച്ച് കാര്യങ്ങൾ മൂപ്പരടുത്ത് ചോദിക്കാണ്ട്. ഇതാണ് മിഥുൻ ബ്രദർ. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ ഈ ഒരു 4ാമത്തെ ബസ്സിൻ്റെ കൂടിയും കാര്യങ്ങളെന്ന് പറഞ്ഞത്? ഇതാണ് നമ്മുടെ കാശിനാഥ്. വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്. അപ്പോൾ അതിന് ടൂറിസ്റ്റ് വണ്ടി എടുത്ത് നോക്കി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ജോലിയും കാര്യങ്ങളുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ നേരില്ലാത്തത് കൊണ്ട് ലൈൻ ബസ്സിലേക്ക് വന്നു. ലൈൻ വന്നപ്പോൾ ലൈൻ ബസ് കുറച്ചും കൂടെ അച്ഛനെന്ന് തോന്നി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാരണക്കാരൻ ഇവനാണ്. ഇവൻ്റെ പേരിലാണ് കാശിനാഥ്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കണത്. ഒറ്റ മോനാണ്. അതെ, കിരൺ പോലെ തന്നെ. അതെ, ഒറ്റ മോനാണ്. അപ്പോൾ ഇവനും ഇതിനോടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവൻ പല കാര്യങ്ങളും നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. വണ്ടിപരമായിട്ടുള്ള അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളും
സ്റ്റിക്കർ വർക്കുകൾ, സെറ്റ് വർക്ക്, അങ്ങനെ ചെയ്യണം എന്ന് പറയും. ഇവനാണ് ശരിക്കുള്ള കാശിനാഥ്. ഓക്കെ ഓക്കെ, അതാണ് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ശരിക്ക് നിങ്ങളുടെ പവർ അല്ലേ, നിങ്ങളുടെ മകനാണ്. നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ അതെ അതെ അതെ, ശരിയാണ്. കൊണ്ടുനടക്കാം, അവനതിനോട് താല്പര്യമുണ്ട്. അപ്പോ എല്ലാം നന്നായി വരട്ടെ, വരണതില്ല. നന്നായി എന്തായാലും. നേരത്തെ ഒരു അച്ഛനെ കിട്ടിയത് ഭാഗ്യം. പിന്നെ എന്തെങ്കിലും പറയാണ്ടോ കാശിനാഥ്? നിങ്ങൾ ഭാഗ്യാണ്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അച്ഛൻ മകൻ എന്നൊക്കെ പറഞ്ഞാലേ കുറച്ചുകൂടിയും ഒരു എന്താ പറയാ, ഒരു പേടി ഉണ്ടാവും നമുക്ക് അച്ഛനെ കാണുമ്പോ തന്നെ അല്ലെ. നിങ്ങളെ ഒരു ഫ്രണ്ട്സ് പോലെയാണ്. അതെ അല്ലേ. അതുകൊണ്ട് ഞാൻ അവനായിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങളെന്നെ കൊണ്ടുപോകില്ല അച്ഛൻ എല്ലായിടത്തേക്കും. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ എങ്ങടാ പോണേ ഉള്ളിക്ക് തന്നെ പോകുന്നുള്ള രീതി. പക്ഷെ നിങ്ങളെ ഒപ്പം കൊണ്ടുവരുന്ന ശരിയാ, നമ്മള് ചെറുപ്പത്തിലേ പഠിപ്പിച്ച് വിടണവരെ ഒപ്പം കൂട്ടണം. എന്റെ അച്ഛന് ഈ പറഞ്ഞ പോലെ വണ്ടികളോട് ഭയങ്കര ഒരു ക്രേസുള്ള ഒരാളാണ്. ആണ്. അച്ഛന്റെ പേരാണ് വണ്ടിയുടെ എല്ലാത്തിന്റെ എഡിഷനുമായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. പറഞ്ഞു നേരത്തെ ഒരു കുട്ടേട്ടൻ അല്ലേ. കുട്ടേട്ടൻ ദേവദാസ് എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്. ഞങ്ങൾ അതിനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് DD കുട്ടേട്ടൻ എന്നാക്കി. നാളെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പൊ അങ്ങനെ DD കുട്ടേട്ടൻ നമ്മുടെ എല്ലാ വണ്ടിയുടെയും ഒരു എഡിഷൻ നെയിം. ശരിക്കും അതൊക്കെ ഒരു സന്തോഷം കേട്ടോ അല്ലേ. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ അച്ഛൻ തന്നെയാണ്. അത് താല്പര്യം ഉള്ള ഒരാളാണ്, പക്ഷെ എന്നാലും വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ വേണ്ടാന്ന് പറയില്ല. നമ്മൾ എടുക്കുമ്പോഴും ഞാൻ എന്ത് വണ്ടി എടുക്കുമ്പോഴും അച്ഛനും ഇവനും കൂടിയിട്ടാണ് അതിന്റെ ചാവി മേടിക്കാറ്. ഞാനൊന്നും നിൽക്കാറില്ല. അവർ രണ്ടുപേരാണ് ഈ വണ്ടികളെല്ലാത്തിന്റെയും ചാവി മേടിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയാലും ഭാഗ്യം. സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വീട്ടിലുണ്ടാവാന്ന്, പ്രത്യേകിച്ച് വണ്ടി ഫീൽഡാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടില്ല, അതാണ്. അപ്പൊ വൈഫിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും താല്പര്യം വളരെ കുറവാണ്. അപ്പൊ ഇവരെ രണ്ടുപേരുടെ നമ്മുടെ ബേക്കറി കട നന്നായി പോകുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് കൊണ്ട് വൈഫാണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ എവിടെ എന്താ വാടനപ്പള്ളി ഏഴാങ്കല്ല് കേക്ക് ഷോപ്പ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒക്കെ പോയിക്കോളൂടെ. നല്ല അടിപൊളി ബേക്കറിയാണ്. അപ്പൊ നിങ്ങളത് ഭാഗ്യം, എല്ലാം സെറ്റായി അല്ലേ ശരിക്കും. വണ്ടി മക്കള് എല്ലാം നന്നായി വരട്ടെ. അപ്പൊ ഇനിയും വണ്ടി ഇനിയെ എടുക്കാൻ പറ്റട്ടെ കൂടുതല്. അപ്പോ അതിനിപ്പോ ഗുരുവായൂര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് പിന്നെ ഓടും, അത്ര തന്നെ. പിന്നെ കാര്യം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടെ ഏൽപ്പിക്കാം. അപ്പൊ ഇപ്പോഴാണ് പുറത്തുനിന്നുള്ള വണ്ടികളാണ് എടുത്തിറങ്ങിയ വണ്ടികൾ തന്നെയുണ്ട് അത്യാവശ്യം പണിയാണ്. 10-17 വണ്ടികളോളം പണിയാണ്. പുറത്തുനിന്നുള്ള വണ്ടികൾ അങ്ങനെ ആളെടുത്ത് തുടങ്ങില്ല. അപ്പോൾ ആള് എടുക്കാൻ നല്ലൊരു മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് പേരും അടിപൊളിയായിട്ട് വരട്ടെ. പേരിന് മോശമൊന്നുമില്ല, പേര് മോശമൊന്നുമില്ല. 10-17 വണ്ടി കൊണ്ടിറങ്ങാൻ ചില്ലറക്കാരൊന്നുമില്ല, എളുപ്പമല്ല. ഇവിടെ നാട്ടിലില്ല. അതെ നമ്മളൊക്കെ 4 വണ്ടി കൊണ്ടിറങ്ങാൻ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പൊ ആൾക്കത് അത്രയും ക്രൈസ് ഉള്ളത് കൊണ്ടാണ് ആളത് അങ്ങനെ കൊണ്ടുനടക്കുന്നത്. ഒരാൾക്കൊന്നും അത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് നല്ലൊരു വ്യക്തിയാണ്. നമ്മളിപ്പോ വീഡിയോകൾ കണ്ടത്. അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ആള് ഡീൽ ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. മകനൊക്കെ ചിലപ്പോ നോക്കുന്നുണ്ടാവില്ലേ കാര്യങ്ങൾ. മകൻ അങ്ങനെ അതിനോട് വലിയ ക്രൈസ് ഉള്ള ഒരാളാണ്. ഞാൻ ആളെ പരിചയപ്പെട്ടപ്പോൾ ആളെന്നോട് പറഞ്ഞു വെച്ചാൽ നിന്റെയൊക്കെ ഭാഗ്യം ഒരു മകനുള്ളതുകൊണ്ട്. ഇവനോട് ആദ്യം ആള് ചോദിച്ചതെന്ന് വെച്ചാൽ നിന്റെ വണ്ടിയുടെ സമയം അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് സമയം വന്നപ്പോൾ എന്നോട് പറയാം നിന്റെ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോൻ എന്റെ വണ്ടികൾ തന്നെ എത്ര ഉണ്ടെന്നോ അതുപോലെ ടൈമിങ്. ആൾക്കെത്ര പ്രായമുണ്ട്? ആൾക്കൊരു 52-53. അല്ലെ മകന് മോന് ഏകദേശം ഡിഗ്രി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നാട്ടിലുണ്ടോ? അപ്പൊ നാട്ടിലുണ്ട് ആള്. ആളുടെ ഒരു ക്രൈസ് തന്നെയാണ് ഇങ്ങനെ. 4 വർഷത്തോളം എത്ര വർഷം? 10-24 വർഷത്തോളം. 24 വർഷം. എന്തായാലും അത് നിങ്ങൾ 2 കൂട്ടർക്ക് നല്ല വരട്ടെ. അപ്പോൾ അപ്പോൾ നമുക്കിനി ഗുരുവായൂർ വെച്ച് കാണാം. ഓക്കെ. തിങ്കളാഴ്ച അതിരാവിലെ 6:30 മണി നേരം നമ്മുടെ വണ്ടി പൂജിക്കാനായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഗുരുവായൂരപ്പ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന് അങ്ങനെ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റി ഏറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ കുറച്ച് കയറ്റാൻ കുറച്ച് പാട് തന്നെയാണ്. വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വരുന്ന വീഡിയോ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും റീലായിട്ട്. പിന്നെ ഹൈക്കോടതി വിധി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ വീഡിയോ ചിത്രീകരണത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടോക്കൺ എടുക്കണം. അവിടെ പോയിട്ട് ടോക്കൺ എടുത്തതിന് ശേഷം ലൈവായിട്ട് തന്നെ ടോക്കൺ എടുക്കുക പൂജയ്ക്കുള്ള. അപ്പോൾ പൂജാരി വരും, പൂജിക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സമയം ഒരു 7 മണി. നമ്മളെ കാശിനാഥ് എന്താ വീഡിയോ എടുക്കണ്ടേ? മിഥുൻ ബ്രദർ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് സ്റ്റീറിംഗ് വീലിൻ്റെ മുകളിലൊക്കെ ചന്ദനം ചേർത്തണതാണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ പൂജയുടെ അവസാനം കെട്ടുന്ന രീതിയിൽ ചെറുനാരങ്ങയൊക്കെ വണ്ടിയുടെ വീലിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ അവില്, മലര്, അതുപോലെ തന്നെ കർപ്പൂരം, അതുപോലെ ചന്ദനത്തിരി എല്ലാം കത്തിച്ച് ആരാധിക്കണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഏതൊരു വണ്ടി സ്നേഹിയെ സംബന്ധിച്ചും ഇതുപോലുള്ളൊരു ദിവസം എല്ലാവരും മോഹിക്കും അല്ലേ? ഇതുപോലൊരു വണ്ടി എടുക്കുക, ഡെലിവറി ചെയ്യുക, കുടുംബമായിട്ട് അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും, വൈഫ്, അമ്മ, കുട്ടികൾ എല്ലാവരും കൂടി വന്ന് ഇതുപോലെ ഒരു പൂജ നടത്തി സ്വന്തം വണ്ടി അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അത് വല്ലാത്തൊരു വണ്ടി പ്രേമിക്കാണ് അത് ശരിക്കും മനസ്സിലാവുക. അങ്ങനെ വല്ലാത്തൊരു ഫീല് തന്നെയാണ് അത്. അപ്പോൾ എന്തായാലും നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാം. അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചാവി മേടിക്കുകയാണ് നമ്മുടെ പൂജാരിയുടെ കയ്യിൽ നിന്ന്. അതിനുശേഷം പിന്നെ നമ്മുടെ ചാവി അമ്മയുടെ കൈ കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്നുണ്ട് നമ്മുടെ മാനേജർ ചേട്ടന്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മളെ അവിടെ നിന്ന് അമ്പലത്തിൽ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ചാവക്കാട് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോണ ആ വഴിയും കാര്യങ്ങളൊക്കെ പുതിയ റോഡത് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വർക്ക്ഷോപ്പിലുള്ള കാഴ്ചകളും കാര്യങ്ങളല്ലേ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥയും അതിന് ശേഷം ഫുൾ വർക്ക് കഴിഞ്ഞുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പൂജ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശരിക്കും നമ്മൾ വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിൽ കുറേ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ലിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്നലെ ചെയ്തതാണ്. സൺഡേ നമ്മൾ മിനിങ്ങാന്നാണ് മറ്റേ ഫസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൊമ്പ് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ മുകളിലുള്ള ഡമ്മി അത് കണ്ടില്ലേ, ആ ലൈറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ പിടിപ്പിച്ചു. പിന്നെ ഇതുപോലെ ലിപ്പ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ നല്ല രസമായിട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും ഒരു വണ്ടി ഭ്രാന്തൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് റൂട്ട് ബസ്സാണെങ്കിലും ടൂറിസ്റ്റ് ബസ്സാണെങ്കിലും, ഇപ്പോൾ മിഥുൻ ബ്രദർ ടൂറിസ്റ്റ് ബസ്സുള്ള സമയത്ത് അത് ഗംഭീരമായിട്ട് വണ്ടി നന്നായി ഇതുപോലെ പണിയും. അപ്പോൾ ഇത് റൂട്ട് ബസ് മുമ്പിലെടുത്തപ്പോഴും ഗംഭീരമാക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കാശിനാഥ് എന്നിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. മിഥുൻ ദേവദാസ് വെഞ്ചർ എന്നൊക്കെ കണ്ട് കാണാം. കുട്ടേട്ടൻ നേരത്തെ ഞാൻ മറ്റേ സൂചിപ്പിച്ചില്ല, ആളുടെ അച്ഛൻ്റെ പേര് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ചേറ്റുവ റൂട്ടിലാണ് ഈ വണ്ടി ഓടാൻ പോണത്.
പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ റൂട്ട് ബസ് സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതന്നെ ഇവർക്ക് ഇതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ എന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും വിളിക്കും. അപ്പോൾ ഇത്തവണയും വിളിച്ചു, എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മളധികം പറഞ്ഞതാവണില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രില്ലൊക്കെ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അത് എഞ്ചിനിലേക്കൊക്കെ നല്ല എയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി കുറച്ചുകൂടി മാലയും കാര്യങ്ങളൊക്കെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ മാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി സൈഡിൽ നമ്മുടെ തകിടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ ശരിക്കും ഇപ്പോഴാണ് അറിയണം. ക്ലിയർ അടിച്ചതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാണ്. കണ്ട നോക്കിയേ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ട, നല്ല സെറ്റല്ല വണ്ടി, രസമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ് വണ്ടി കാണുമ്പോൾ അതുപോലെ അമ്പലത്തിലൊക്കെ പോയ സമയത്ത് കിട്ടിയൊരു പവർ പറഞ്ഞാലേ, അതും രാവിലെ ഒരു നേരം. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഈ റോഡിൻ്റെ പണി കഴിഞ്ഞോടുകൂടി വേറെ ലെവലായിരിക്കും. അപ്പോൾ നേരം ഇപ്പോൾ ഒരു 7:30 9 മണിക്കാണ് ഇവരുടെ ഫസ്റ്റ് ട്രിപ്പ്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇവർക്ക് വണ്ടി കൊടുക്കണം. അപ്പോൾ ബാക്ക് വന്ന ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് ഗ്ലാസിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂർ ചേറ്റുവ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ ഇവിടെ റിയർ ലാംപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ടും ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോണി പോളിഷിങ് സംഭവം ഉണ്ടല്ലോ, ഇത് ഈ കോണിയായിരുന്നു അന്ന് പോളിഷ് ചെയ്തിരുന്നത് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ടല്ലേ. റൂട്ട് ബസ് എപ്പോഴും ഒരു വികാരമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ കുറേ പേരുണ്ട് ഇതിൽ. ഞാൻ എല്ലാവരെയും എടുത്ത് പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. കുറേ പേരുണ്ടായിരുന്നു പൂജയ്ക്ക്. അദ്ദേഹത്തിൻ്റെ വൈഫ്, പിന്നെ ഫാമിലി, അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. നമ്മളപ്പുറത്ത് പറഞ്ഞ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇവിടെ നിന്ന് കാണിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാട്ടിയെന്ന് മാത്രം അല്ലേ. നന്നായിരിക്കുന്നുണ്ട് കേട്ടോ വണ്ടി, ബോഡിയൊക്കെ കെട്ടിയതേ. ഫുൾ വർക്ക് കഴിഞ്ഞപ്പോൾ നല്ല രസമായിരിക്കുന്നുണ്ട് വണ്ടി, നന്നായിരിക്കുന്നുണ്ട്. മുകളിലൊക്കെ ഉണ്ട് ഒരു ഗ്ലാസ് പോർഷനൊക്കെ രസമായിരിക്കുന്നുണ്ട്. പിന്നെ തകിടിൻ്റെ ഭാഗം. എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ കയറാം. വണ്ടിയുടെ ഉള്ളിൽ കയറിയത് ഇതൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ പുത്തനടിച്ച കേട്ടോ. അതുപോലെ സീറ്റൊക്കെ പുതിയതാണ്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സീറ്റ് മാലയൊക്കെ ഇനി തൂക്കാനുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സീലിംഗൊക്കെ ഉണ്ടല്ലേ, ടോപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വർക്ക് മൊത്തം കഴിഞ്ഞു. പിന്നെ സെറ്റ് എടുത്ത് പറഞ്ഞിട്ടാണ്, സെറ്റ് ഗംഭീര സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കാട്ടിത്തരാം. നമ്മുടെ സ്റ്റീറിംഗ് വീല് കാര്യങ്ങളൊക്കെ, പിന്നെ ക്ലച്ച് പെടൽ, ബ്രേക്ക് കടൽ, ഇതുപോലെ ഇങ്ങനെ വരുന്ന ടൈപ്പ് ഗിയർ ലിവർ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു വികാരമാണ് എന്തായാലും. നമ്മുടെ സീറ്റ്, പിന്നെ ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുള്ളത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. അമ്മയല്ലേ, എന്താ പേര്? പിന്നെ അച്ഛൻ വന്നില്ലേ ഇപ്പോൾ? അതെ അല്ലേ. ഇത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. എന്താ പേര്? ഏതാ? സോജ അല്ലേ. എവിടെ വീട്? അതെ അല്ലേ. ഇവിടെ നമ്മുടെ വീട് വാടാനപ്പള്ളിയിലല്ലേ. ശരി. അവർക്ക് കുറച്ച് മടിയുണ്ട് വീഡിയോയിൽ നിൽക്കാൻ. ജസ്റ്റ് ഇതിൽ കാട്ടിന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. പിന്നെ ഇത് കേക്ക്, അവരുടെ ബേക്കറി ഷോപ്പാണ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്ക് ഷോപ്പ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് കാഴ്ചകൾ. ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ.
നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. നല്ല ഫസ്റ്റ് ട്രിപ്പ് 9 മണിക്ക് ശാല അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അന്ന് ഹൂളിഗൻസിൻ്റെ ടൂറിസ്റ്റ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാടാനപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ എറണാകുളം പോണ ആ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബലൂണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഒരു എന്താ പറയുക സ്റ്റേജിൽ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ലെങ്ത്ത് കൂടിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് മാലയും പൂവും ഒക്കെ ഇട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാശിനാഥ് സ്കൂളിലേക്ക് പോയി, വേറെ കാശിനാഥ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാതിരിക്കുന്നുണ്ട്. കാലം ബൈ, നമസ്കാരം. നിങ്ങൾ വീഡിയോ വരുമ്പോൾ ഒന്ന് ഹൈപ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു പ്രചോദനം. അപ്പോൾ പരമാവധി ഷെയറൊക്കെ ചെയ്യുക.